ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇതിൽ അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുതിരയാണ് കേട്ടോ. പിന്നെ പഴമുണ്ട്. അപ്പോൾ നിങ്ങളവിടെയൊക്കെ ഇതുപോലെ പുട്ടും മുതിര ഉണ്ടാക്കലുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യോണ്ടി കേട്ടോ. മുതിര ഇതുപോലെ വറുക്കണത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനാണ് കേട്ടോ. പിന്നെ ടേസ്റ്റും ഉണ്ടാവും വറുത്താൽ. അപ്പോൾ ഉപ്പും വെള്ളവും ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളിയും ഉണക്കമുളകും ഇട്ടിട്ട് ഒന്ന് വറവിടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിരിക്കണ്. പുട്ടുണ്ടാക്കൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇന്ന് സ്കൂൾക്ക് പാൻ കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചോക്ലേറ്റ് പാൻ കേക്കാണ്. ഒരു കപ്പ് പാലും ഒരു കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ, പിന്നെ ഒരു മുട്ട, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് വാനില എസൻസ്, പിന്നെ ബേക്കിംഗ് പൗഡർ ഞാൻ ചേർത്തിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ചേർക്കണം കേട്ടോ. അപ്പോൾ അത് മക്കൾക്ക് സ്കൂൾക്ക് അല്ലേന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ചേർത്തിയിട്ടില്ല. അല്ല, അതും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ അതുപോലെ ചുട്ടെടുക്കണത്. അപ്പോൾ വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ആ ഒരു മാവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ ചട്ടിയിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പാൻ കേക്കൊക്കെ ചുട്ടിണ്. അതിൻ്റെ മുകളിൽ കുറച്ച് തേനും കൂടി ആക്കിക്കാണ് കേട്ടോ സ്കൂൾക്ക് കൊണ്ടുപോകുന്നത്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ മക്കളെ സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഒരു കുഷ്യൻ കവർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്തിയിരിക്കണേ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി കുഷ്യൻ കവറാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള കുഷ്യൻ കവറാണ്. 2 എണ്ണം ഒരു ഓഫ് വൈറ്റും 2 എണ്ണം ബ്രൗണും ആണ് കേട്ടോ വരുത്തിയിരിക്കണത്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 800 ആ ഒരു റേഞ്ചിൽ റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഫറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുഷ്യൻ കവറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറുമാണ് കേട്ടോ. അപ്പോൾ ബീഫ് പള്ളിക്കറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വലിയ ബൾബ് വെളുത്തുള്ളിയും ഒരു 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിക്കണം. ഇനിയിപ്പോൾ അതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി എടുത്തിക്കണം. ഇനിയിപ്പോൾ അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കും കൂടി വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 തക്കാളിയാണ് കേട്ടോ. അത്യാവശ്യം മീഡിയം സൈസിലുള്ള തക്കാളി തന്നെ മതി. ഇപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടിട്ടേ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫ് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, കരിവേപ്പിൻ്റെ ഇല ഒക്കെ ടീസ്പൂണാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള വലിയുള്ളിയും 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കണ്.
ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു മിക്സിങ് കറക്റ്റ് ആവുള്ളൂ. അതാണ് ഞാൻ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാമെന്ന് പറയുന്നത്. നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇനി ഇതൊരു 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലുമാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഓരോരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ടാണ്. ആ ഒരു ടൈമിൽ ഇതാ ഞാൻ അതിലേക്ക് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ ഇതാ നെയ്ച്ചോറ് റെഡി ആയിട്ടോ. പിന്നെ ഇതാ ബീഫ് ഞാൻ വിസിലൊക്കെ വന്നപ്പോൾ അങ്ങനെ ഓഫ് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മസാലയും കൂടിയും വേണം. ഒരു 6 7 കാശ്മീരി ചില്ലി എടുത്തുകണ്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലി, 1 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളക്, 1 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ടയും, ഒരു 3 ഏലക്കായ, 3 കറാമ്പൂവ്. ഇതെല്ലാതും കൂടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാറിയാൽ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് അതുപോലെ പൊടിച്ചെടുത്തുക്കണം കേട്ടോ. ഇപ്പോൾ വെന്ത് വന്നിട്ടുള്ള ആ ഒരു ബീഫ് ഞാൻ കുക്കറിൻ്റെ ആവിയും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചെടുത്തുക്കണ്. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കാം. ആ ഒരു ബീഫിലൊക്കെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാനാണ്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ചും കൂടിയും കരിവേപ്പിൻ്റെ ഇലയും കൂടിയൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല ടേസ്റ്റുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് ബീഫ് പള്ളിക്കറി റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ തന്നെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്തിട്ടും കൂടി കാണിച്ചു തരികയാണ്. അടിപൊളിയാണ് ഈ ഒരു നെയ്ച്ചോറും അതുപോലെ തന്നെ ആ ഒരു കറിയിൽ നിന്ന് ആ ഒരു ബീഫിൻ്റെ പീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്താക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി. ഇനിയിപ്പോൾ കുറച്ച് കിച്ചൺ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ് കേട്ടോ. കിച്ചണ് മൊത്തത്തിലൊന്ന് കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.